സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ വളരെ വേഗം പറയുകയാണ്. എന്തിനാണ് why do we require this anointing of the Holy Spirit? So far we see നമ്മൾ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് എങ്ങനെ വരുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതകൾ, പരിശുദ്ധാത്മാവ് ചരിത്രത്തിൽ എന്ത് വന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെ നമ്മൾ കണ്ടു. അൾട്ടിമേറ്റ്ലി നമ്മൾ ചോദിക്കും why do I require this Holy Spirit? എനിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാതെ ജീവിക്കാമല്ലോ. അങ്ങനെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം there are several reasons for the anointing of the Holy Spirit, the need, but നമ്മളിവിടെ വളരെ പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ദർശനപരം, ചുക്കവഴിയെ അർപ്പിക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന് വേണം. അല്ലെങ്കിൽ കുറച്ചൊന്ന് ഷൈൻ ചെയ്യാൻ എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. സ്പിരിച്വലി ഞാൻ എംപവേർഡ് ആണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ അതിൻ്റെ ഹോളി സ്പിരിറ്റ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ളവരുണ്ട്. പക്ഷെ അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു ആഗ്രഹമല്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ പറയുന്ന ഏതൊരു വരച്ചേക്കാളും ഉപരിയാണ് ഈശോയെ സ്വന്തമാക്കണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ! ഈശോ കൂടെ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തെങ്കിലും എന്ത് കുഴപ്പം, ഈ ഒരു മനോഭാവമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ആർ പ്രൈം കണ്ടീഷൻ, ആദ്യത്തെ അടിസ്ഥാനപരമായ കണ്ടീഷനാണ്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. പിന്നെ പരിശുദ്ധാത്മാവിന് എന്തിനാണ് എനിക്ക്, അതിനുള്ള വചനമാണ് പറയുക. പത്രോസ് ശ്ലീഹായുടെ ഒന്നാം ലേഖനം, ഫസ്റ്റ് ലെറ്റർ ഓഫ് സെന്റ് പീറ്റർ, ചാപ്റ്റർ 1 വേഴ്സ് 15, ഒന്നാം അധ്യായം 15-ാം തിരുവാക്യം. 1 പത്രോസ് 1:15. അത് സത്യയോടുകൂടെ കേൾക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്കത് വേണം. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കും. ഹല്ലേലൂയ! See, we need holiness. ഈ കാലഘട്ടത്തിൽ നല്ല ഏതൊരു കാലഘട്ടത്തിലും ഒരു ക്രിസ്തു ശിഷ്യൻ, ഒരു ക്രിസ്തു ശിഷ്യ ക്രിസ്ത്യാനിയായി, കത്തോലിക്കനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടിസ്ഥാനപരമായി he or she should have this holiness. ഈ കത്തോലിക്ക സഭയിൽ 3 ദൈവവിളികളുണ്ട് പ്രധാനമായും: പൗരോഹിത്യം, സന്യാസം, കുടുംബജീവിതം. ഈ 3 ദൈവവിളികളിൽ പെടുന്ന എല്ലാവർക്കും പൊതുവായ ബാധകമായ ഒരു കോമൺ ദൈവവിളിയാണ് there is a universal call, there is a universal vocation to the holiness. Hallelujah! ഞാൻ ഒരു അച്ഛനായി, but if I am not holy, then there is no result. If I am a married person, if I am not following the precepts of Jesus and I am unholy, then there is no result in my family life. If I am a nun, a religious person, but I am not holy, then no result. അത് നമ്മൾ കൃത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷൻ എന്താണ്, നമ്മുടെ സമ്പത്ത് എന്താണ്, നമ്മുടെ സ്വാധീനം എന്താണ്, നമ്മുടെ ബന്ധങ്ങൾ ആരാമായിട്ടാണ്, ഇതൊന്നും ദൈവസന്നിധിയിൽ പ്രധാനമല്ല. Are we holy? അതാണ് ചോദിക്കുന്നത്. Why should we holy? Because our Lord, നമ്മുടെ കർത്താവ്, Jesus himself was holy. Not only Jesus. Jesus said, as our heavenly Father is holy, you shall also be holy. നിങ്ങളും ഈ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധനായിരിക്കും. അത് ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം, മലയാള ഭാഷയിൽ നമ്മൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ കൃത്യമായി ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് എന്നാണ് പറയുന്നത്. പഴയ നിയമത്തില് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മുടെ കാറ്റ്, ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പ്രയോഗമാണ്. Nowhere in the Old Testament we use the word Holy Spirit. ഈ ഹോളിനെസ് നൽകുന്ന ആത്മാവ്, പരിശുദ്ധി നൽകുന്ന ആത്മാവ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുതിയ നിയമത്തിൽ മാത്രമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിന്റെ മക്കളായ നമുക്ക് അടിസ്ഥാനപരമായി ഹോളിനെസ് ഉണ്ടായിരിക്കണം. ഇവിടെ ഈ ഹോളിനെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് സെക്ഷുവൽ പ്യൂരിറ്റിയാണ്. സെക്ഷുവൽ സെൻസ് ഒന്നും ചെയ്യാൻ പാടില്ല, അത് മാത്രമാണ് ഹോളിനെസ്സിന് വിരുദ്ധമായിട്ടുള്ളത്. അതതിന്റെ ഭാഗമാണ്. പക്ഷെ അത് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി ഉചിതമല്ലാത്തതായ എന്തും അൺഹോളിയാണ്, അത് ഹോളിയാണ്. അതുകൊണ്ട് എന്നിൽ ഇപ്പൊ വെറുപ്പ് കെട്ടിക്കിടക്കുകയാണ്. ഞാൻ ലൈംഗിക മേഖലയിൽ പെർഫെക്റ്റ് ആണ്, ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള വേറെ ആരെങ്കിലും ബന്ധമില്ല, അല്ലെങ്കിൽ വിവാഹത്തിൽ എനിക്ക് യാതൊരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് നോ വൺ ക്യാൻ സേ. ഹോളിനെസ് എന്ന്
പറയുന്നത് അതൊരു ലൈംഗികതയുടെ മേഖലയിൽ മാത്രം അതിനെ ചുരുക്കാൻ പാടില്ല. അതതിന്റെ ഭാഗം മാത്രമാണ്. ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം വിശുദ്ധീകരണങ്ങൾ നമുക്ക് ആവശ്യമാണോ അവിടെ എല്ലാം വിശുദ്ധീകരണം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിച്ചാൽ ജഡമോഹങ്ങളിൽ നിന്ന് നമുക്ക് അകന്നിരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രേരിത. സപ്പോസ് ഒരു വ്യക്തിക്ക് ഒരു തഴക്കദോഷമുണ്ട്, ലൈംഗികതയുടെ മേഖലയിൽ ഒരു തഴക്കദോഷമുണ്ടെങ്കിൽ ഓക്കെ, ഇനി ഞാൻ ചെയ്യില്ല, അത് 10,000 തവണ പറഞ്ഞാലും അയാൾ അത് ചെയ്യും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ he or she should receive the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപ അഭിഷേകം. ആ ഒരു അഭിഷേകം കിട്ടാത്തത്തോളം കാലം വീണ്ടും സങ്കര തന്നെയുള്ള അവസ്ഥ വരും. അതുകൊണ്ടാണ് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കണം. ചില കാര്യങ്ങൾ ആത്മാവ് നോ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ആപരാധപ്പെടാനോ അവിടെ കൺസൾട്ട് ചെയ്യാനോ ഇവിടെ കൺസൾട്ട് ചെയ്യാനോ പാടുള്ളതല്ല. ഞാൻ മറ്റൊരവസരത്തിലൂടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, യൂഷ്വലി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പണ്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതാണ് ഡിസിഷൻ മേക്കിംഗ് ആണ് എപ്പോഴും എടുക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്താണ്? എനിക്ക് ജർമ്മനിക്ക് പോകണം, ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. ആൻഡ് ആസ് ഐ സെഡ് യു യെസ്റ്റർഡേ, നമ്മൾ ദൈവത്തോട് ഡിമാൻഡ് ചെയ്യുകയാണ്, ഓ യു ലോർഡ് കം ആൻഡ് ബ്ലെസ് മീ, കം ആൻഡ് ബ്ലെസ് മൈ ഇന്റൻഷൻ. നമ്മൾ നമ്മുടെ ഹിതത്തെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം നമ്മുടെ ഹിതത്തിലേക്ക് ദൈവം വന്ന് ഇറങ്ങി നടപ്പിലാക്കി തരണം. ദൈവത്തിന്റെ ഹിത അന്വേഷണം നമുക്ക് താല്പര്യമില്ല. You already decided that you shall fly to Germany. എന്നിട്ട് ദൈവം അനുഗ്രഹിക്കുക. അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുമായിട്ട് പ്രേമിച്ച് ബന്ധിച്ചിരിക്കുക, അവിടെ തന്നെ കിടക്കണം. ഇത് ഏതൊരു പ്രവൃത്തി ചെയ്ത ശേഷം ദൈവമേ അത് അനുഗ്രഹിക്കണമെന്ന് പറയുമല്ല വേണ്ടത്. ഏതൊരു പ്രവൃത്തിക്ക് നാം മുതിരുന്നതിന് മുൻപും we must seek the guidance from God. We must seek the guidance of the Holy Spirit. നമ്മൾ ഒരുമിച്ച് തീരുമാനത്തിലേക്ക് വരണം. ദൈവമേ എന്റെ കൂടെ നടക്കണമേ, എന്നെ നയിക്കണമേ. എന്നിട്ട് ഞാനൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആര് വിവാഹം കഴിക്കണമെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അല്ലെങ്കിൽ എനിക്ക് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമേ. അല്ലെങ്കിൽ എന്റെ ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ നയിക്കണമേ. അങ്ങനെ എല്ലാം തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അതിനെയാണ് ഡിസേൺമെന്റ് എന്ന് പറയുക. സോ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡിസേൺമെന്റ് ആർ ഫാർ ഡിഫറെന്റ്. അത് രണ്ടും തമ്മിൽ ആട് പോലത്തെ വ്യത്യാസമുണ്ട്. പക്ഷെ പലപ്പോഴും 99% കേസിലും നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് ഇത് ശരിയാക്കുന്ന പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കും, പലപ്പോഴും നടക്കാതെ പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവിന്റെ പ്രേരണ എന്താണോ അതനുസരിച്ച് നമ്മൾ നടക്കണം. അപ്പോൾ ജഡികതയിൽ പെടാതെ, ലോകത്തിന്റെ വശ്യതയിൽ പെടാതെ, പാപത്തിന്റെ കെണികളിൽ പെടാതെ ആത്മാവിനെ കൈപിടിച്ച് നടക്കും. പ്രിയമുള്ളവരെ, ഓടിച്ചിട്ട് പറയുകയാണ് മറ്റൊരു നീഡ് പരിശുദ്ധാത്മാവ് എന്തിനാണ് നമുക്കൊന്ന് ചോദിച്ചാൽ മറ്റൊരു ആവശ്യമാണ്. യോഹന്നാൻ 14:15 ഓർത്തിരിക്കുന്ന റിപ്പോർട്ട്, യോഹന്നാൻ 14:15 ഇത് പ്രകാരമാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. You will obey my laws if you love me. എന്റെ നിയമങ്ങൾ, എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. ഇപ്പൊ വികാരിയച്ഛനോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് അച്ഛൻ പറഞ്ഞു ഇവിടെ ധ്യാനമുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്ര പേര് വന്നു. അല്ലെങ്കിൽ അപ്പനെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അപ്പനൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു. ചില കുടുംബങ്ങളിൽ മക്കൾ മേഘാനം കാണിക്കാനുള്ള കാരണം അപ്പനെ സ്നേഹമില്ല, അപ്പനെ ബഹുമാനമില്ല. അപ്പൊ നമ്മൾ ദൈവമേ കരഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമാകണമെങ്കിൽ അതെങ്ങനെയാണ് തെളിയിക്കേണ്ടത്? നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം, ഈശോയുടെ കൽപ്പനകൾ അനുസരിക്കണം. പഴയ നിയമത്തിൽ കൽപ്പനകളിൽ എഴുതപ്പെട്ട 10 നിയമങ്ങൾ, 10 കമാൻഡ്മെന്റ്സ് സീനായി മലയിൽ വെച്ച് മോശ വഴി യഹോവയായ ദൈവം ഇസ്രായേലിന് നൽകി. നമുക്കതറിയാം, അത് ഇന്നും റെലവന്റ് ആണ്. അതുകൂടാതെ പുതിയ നിയമത്തില് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് ഗിരിപ്രഭാഷണം. കേട്ടിട്ടുണ്ടോ? ഗിരിപ്രഭാഷണം, മലയിലെ പ്രസംഗം. ആ അധ്യായം മുഴുവൻ നിങ്ങൾ സാധിക്കുന്നത് വീട്ടിൽ പോയി വായിക്കണം. അതാണ് പുതിയ നിയമത്തിൻ്റെതായ നിയമങ്ങൾ. പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ റിഫ്ലക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ 10 പ്രമാണങ്ങൾ മാത്രമാണ്. 10 പ്രമാണം മാത്രം എടുത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ആരും ഒന്നില്ലല്ലോ, ഞാൻ വ്യതിയാനം ചെയ്തില്ലല്ലോ, ഞാൻ അപ്പനെ അമ്മയെ തല്ലിയില്ലല്ലോ, ഞാൻ ഓട്ടിച്ചില്ലല്ലോ, ഇനി മുതൽ നിങ്ങൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ before you come for confession, please go through Matthew chapter 5. The whole chapter you must read. അതിനകത്താണ് പുതിയ നിയമത്തിന്റെ പ്രിൻസിപ്പിൾസ്, കമാൻഡ്മെന്റ്സ്, ലോസ് ഈശോ
അതൊരു ഇന്ന കാര്യങ്ങളുണ്ട്. അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ തീരില്ല. കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ഓൾഡ് ടെസ്റ്റമെന്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫോളോ ബട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് വെരി ഈസി because Jesus said love each other. There is no love beyond above this love. ഇതിലുപരിയായി എല്ലാവരെയും സ്നേഹിച്ചോളാൻ സ്നേഹം മാത്രം മതി. ഇതാണ് പുതിയ നിയമത്തിന്റെ പൊരുൾ. ഇതാണ് നമ്മുടെ പലരുടെയും തലയിരിക്കുന്ന തെറ്റിദ്ധാരണ. സ്നേഹിക്കാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്, മറ്റേ സെയിം അതിനോട് കൂടെ വേറെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ മക്കളായ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവരെയും സ്നേഹിച്ചാൽ കടന്നു പോകാമെന്ന് വിചാരിച്ചാൽ അത് നടപ്പാവുകയില്ല. അത് വെറുതെ വ്യാമോഹമായി മാറുകയുള്ളൂ. പുതിയ നിയമത്തിൽ എന്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ വായിച്ചു നോക്കണം. ആ സംഗതികൾ ഒരു ശരാശരി മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കരുത്. ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേര് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കായിരിക്കും? നമ്മളുടെ കയ്യിൽ ഒത്തിരി കാശൊന്നും കാണും. നമ്മൾ 10,000 രൂപ കടം കൊടുത്തു, കറക്റ്റ് ഡേറ്റ് തിരിച്ചു തരുമല്ലോ നോക്കുന്നതല്ല നമ്മൾ കൊടുക്കുന്നത്. ഈശോ പറയുന്നത് എന്താണ്? കടം തിരിച്ചു കിട്ടുമെന്ന് നോക്കുന്നത് ആരും കൊടുക്കരുത്. അല്ലെങ്കിൽ 2 ഉടുപ്പുള്ളവർ ഒന്നില്ലാത്തവർ കൊടുക്കണം. നമുക്ക് 2 ഉടുപ്പല്ല, ചിലപ്പോൾ 20 ഉടുപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം കൊടുക്കുമായിരിക്കും. 2 ഉടുപ്പുള്ള ആരെങ്കിലും ഒരെണ്ണം കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ 50% കൊടുക്കാനാണ് പറയുന്നത്. 1 മൈൽ ദൂരം നടക്കാൻ കൂടെ 2 മൈൽ ദൂരം നടക്കാൻ നമ്മൾ പോവോ? 1/2 മൈൽ ദൂരം നടത്തി ഡാറ്റാ വേണം ഓട്ടോ വിളിച്ച് വിട്ടേക്കാം, ഞാൻ നടക്കി തരാമെന്ന് പറയും അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവട്ടെ. എല്ലാ കാര്യം അല്ലെങ്കിൽ ഈ കവളം അടിക്കുന്നതിന് എവിടെയെങ്കിലും അടിച്ചോളാൻ പറയും. നമ്മൾ അടിക്കുമോ? അച്ഛന്മാർ പോയി കാണിച്ചു കൊടുക്കില്ല. എനിക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു ശരാശരി മനുഷ്യന് പുതിയ നിയമത്തിലെ നിയമങ്ങൾ അനുസരിക്കാൻ ഭയങ്കര പാടാ. പറയുമ്പോ സ്നേഹമാണെന്ന് പറയും, പക്ഷെ അങ്ങനെ സ്നേഹം മാത്രമല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈ 15-ാമത്തെ തിരുവാക്യം കഴിഞ്ഞ 16-ാമത്തെ തിരുവാക്യത്തിൽ പറയുന്നത്, I shall send you an advocate for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അഭിഭാഷകനെ ആയിരിക്കും, ഒരു ഹെൽപ്പറിനെ ആയിരിക്കും, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ഈ പറയുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കാൻ നിങ്ങളെ ശക്തിപ്പെടും. പ്രിയമുള്ളവരെ, സാബത്ത് ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ച ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ജോലികൾ ചെയ്യരുത്. സഭയുടെ പ്രബോധനം അനുസരിച്ച് ഞായറാഴ്ച ദൈവാരാധനയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയും മാത്രം മാറ്റിവെക്കണമെന്നാണ് സഭയുടെ പ്രബോധനം. 99% നമ്മൾ തെറ്റിക്കുന്ന സംഗതിയാണത്, അല്ലേ? അതെ, ഞായറാഴ്ചയാണ് നമ്മുടെ സകല ഇടപാടുകളിൽ നിന്ന് നടപ്പിലാക്കുന്നത്. ഞായറാഴ്ച പള്ളിയിൽ മാത്രം വരികയും ബാക്കി സമയങ്ങളിൽ പള്ളിയിൽ കുടുംബത്തിൽ പോയി ഭാര്യയോടും മക്കളോടും കൂടെ സന്തോഷത്തോടെ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്രമിക്കുകയും രോഗികളെ മാത്രം സന്ദർശിക്കാൻ പോവുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഈ സമൂഹത്തിൽ എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെ ലിറ്ററലി അതുപോലെ തന്നെ സാമത്ത് ആചരിക്കുന്ന അനവധി അഭ്യസ്ത വിദ്യരായ ഹൈ പ്രൊഫൈലുള്ള നല്ല നിലവാരവും വിദ്യാഭ്യാസവും സമ്പത്തും ബഹുമതിയും ഒക്കെയുള്ള ആളുകളും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർക്കത് പോസിബിൾ ആവുന്നത്? അവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയതുകൊണ്ടാണ്, ആ ഒരു തിരിച്ചറിവ് കിട്ടിയതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ഏതൊരു സംഗതിയും അനുസരിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും ആത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. മറ്റൊരു വചനം തന്നെ യോഹന്നാൻ സുവിശേഷം പറയുന്നുണ്ട് 14:26, ഞാൻ എന്റെ പിതാവിനോട് അഭ്യർത്ഥിച്ച് പിതാവ് അയക്കുന്നവനായ സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 2 കാര്യങ്ങളാണ്. അവൻ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മൾ കുട്ടികളോട് പറയും, you must pray to the Holy Spirit before you go for exam. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? ഈശോയോട് പ്രാർത്ഥിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കാം, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും മക്കളെ എന്ന് പറയും. അച്ഛന്മാരൊക്കെ പറയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആശീർവാദവും കൊടുക്കും. Why? Because Jesus himself said, once this Holy Spirit comes, what shall he do? He shall tell you my words and he shall remind you the things which I have spoken to you before. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പണ്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കണമെങ്കിൽ ഇതിനെല്ലാം നമുക്ക് എന്താവശ്യമാണ്? പരിശുദ്ധാത്മ അഭിഷേകം ആവശ്യമാണ്. കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ കൃത്യം മനസ്സിലാക്കി പോകണം.
വെറുതെ തിരി കത്തിച്ചുകൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് പാസ്സാവണമെന്ന് നിർബന്ധമില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ജോലി ഇല്ലാത്തവർ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഇന്റർവ്യൂ കൂടെ ഉപയോഗിക്കണം എന്ന് പറയണമെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ സമയത്ത് നമ്മളുടെ ആത്മാവ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, മറ്റൊരു വചനം ഉൽപ്പത്തി പുസ്തകം 1:2 ജനസിസ് 1:2 അതെന്താണ്? അത് പ്രകാരമാണ്, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഈ ചൈതന്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹീബ്രു ഭാഷയിലെ മൂലം എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിന്റെ മൂലവാക്ക് റൂട്ട് വേർഡ് എടുത്ത് നോക്കി കഴിയുമ്പോൾ അത് കാറ്റ് എന്നുള്ളതാണ്. ഈ കാറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് വെള്ളത്തിന് മേലെ ചലിച്ചുകൊണ്ടിരുന്നത്. ചലനാത്മകത സൃഷ്ടിക്കുക, എന്തിനേയും ജീവനുള്ളതാക്കി തീർക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം ദൈവം പറയുകയാണ്, ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്നുള്ളത് ഒരു ശബ്ദമാണ്, ഒരു വോയിസ് ആണ്. ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞപ്പോൾ it happened, it really created. അവിടെ ഉണ്ടായി. മനുഷ്യൻ മല ഉണ്ടാകട്ടെ, മല ഉണ്ടായി. സൂര്യൻ ഉണ്ടാകട്ടെ, സൂര്യൻ ഉണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വാക്കിനെയും ജീവനുള്ളതാക്കി തീർക്കുന്നത്, ഏതൊരു വാക്കിനെയും അതിന്റെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ജലത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ സ്വരത്തോട് ചേർന്ന് ചലിക്കുന്ന ആത്മാവായിരുന്നു എല്ലാം സൃഷ്ടിയിലേക്ക് നയിച്ചത്. സൃഷ്ടിയിലേക്ക് പിതാവായ ദൈവത്തിന് സൃഷ്ടികർമ്മം നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായം കൊടുത്തത് പരിശുദ്ധാത്മാവായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയാം, ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നതുപോലെ വചനം നമ്മൾ ഏറ്റു പറയുമ്പോൾ, വചനം നമ്മൾ ആരാധനയുടെ അഭിഷേക സുദിപ്പിന്റെ സമയത്ത് ഒരു വചനം നമ്മൾ വെച്ചെന്ന് പറഞ്ഞു. ആ വചനം വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു കാര്യം ഈ നാളുകളിൽ നിന്നിടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ പിതാവായ ദൈവം പറഞ്ഞതുപോലെ പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ആ വചനത്തിൽ പറയുന്നത് പോലെ സംഭവിക്കുകയുള്ളൂ, ആ വചനത്തിൽ പറയുന്നത് പോലെ അവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ എന്തെങ്കിലും നമ്മുടെ വായ വരുന്ന കുറെ കാണുന്ന രീതിയിൽ എന്തെങ്കിലും പറയാനുള്ളതല്ല. വചനം പരിശുദ്ധ പരിശുദ്ധാത്മാവ് വന്നു, ഹോളി സ്പിരിറ്റ് കെയിം. പരിശുദ്ധ വചനം 1:35 ലൂക്ക 1:35 എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്നുള്ള ഗബ്രിയേൽ ദൂതന്റെ ആ ഒരു അരുളിപ്പാട് മറിയത്തിൽ ഉരുവായി മാറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏതൊരു വചനവും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടണമെങ്കിൽ, റിയലൈസ് ചെയ്യപ്പെടണമെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ we need the help of the Holy Spirit. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, തുടർന്ന് മറ്റൊരു വചനം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു. പുറപ്പാട് 14:21. പുറപ്പാട് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനതയെ ഫറവോയുടെ കീഴിൽ നിന്ന്, ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരായ മോശെ എന്ന് പറയുന്ന ആ ധീര പ്രവാചകൻ നയിച്ചുകൊണ്ട് പോരുകയാണ്. രാജ്യരാമനെ നടത്തിക്കൊണ്ട് പോരുകയാണ്. പോരുന്ന വഴിക്ക് അവര് ചെങ്കടലിന് മുന്നിൽ വന്നു. ചെങ്കടൽ നമ്മുടെ കടലാണ്. നിങ്ങൾ ചെങ്കടലിൽ പെട്ടുള്ളവർ വലിയ കടലാണ്, ചെറിയ കടലാണ്, ശരാശരി വലുതുള്ളൂ അല്ലേ? അല്ലെ ചെറിയ പറയാറുണ്ട്, വലുതല്ല ചെറുതാണ്, എനിക്കറിയാൻ ഇടാൻ പറ്റില്ല. അപ്പൊ വലുതായിട്ടുകൊണ്ട് ചെറുതായിക്കോട്ടെ. രാത്രിയിലാണ് പോരുന്നത്, നട്ടുച്ചനേരത്തൊന്നും അല്ല പോരുന്നത്, പാത്രം മടങ്ങിയാണ് പോരുന്നത്. ഈ ആൾക്കാരെല്ലാം നടന്നാണ് വരുന്നത്. അവര് തളർന്ന് ക്ഷീണിതരാണ്. അപ്പൊ ഇവര് പോന്നു എന്ന് അറിയുകയും ഫറവോ എന്ന് പറഞ്ഞു എല്ലാ കുതിര പട്ടാളക്കാരോട് കുതിരയും കയറി അവന്മാരെ പോയി കൊല്ലാൻ പറഞ്ഞു. ഫറവോയുടെ നേതൃത്വത്തിൽ പുറകെ കുതിരപ്പുറത്ത് ബഹുമാനിക്കാൻ ടപ്പടപ്പടയെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ നടന്ന് മുമ്പിൽ കടലിൽ നിന്ന് ഓട്ടോ വളവൊന്നും അവിടെ ഇല്ല. രാത്രിയാണ്, നീന്താൻ നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിനെയാണ് ചെലുത്താൻ കടലും നടുക്കൽ എന്നുള്ള പ്രയോഗം വരുന്നത്. ചെലുത്താൻ ഉദ്ദേശിക്കുന്നത് ഫറവോയെയാണ്, കടല് മുമ്പിൽ. അങ്ങനെ പ്രയോഗം കേട്ടില്ലേ?
ആ പ്രയോഗം ഉണ്ടായത് ഈ ബൈബിൾ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. ചെറുതാനും കടലിൽ നടക്കും. അപ്പൊ ചെറുതാനും കടലിൽ നടക്കായിട്ട് ഇവർ നിന്ന് കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് മോശ പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കരം നീട്ടിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പുറപ്പാട് 14:21 പറയുന്നത്. മോശെ കടലിന് നേരെ കൈ നീട്ടി, കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ കിഴക്കൻ കാറ്റടിച്ച് കടലിനെ പുറകോട്ട് മാറ്റി, കടൽ വരണ്ട ഭൂമിയാക്കി, വെള്ളം വിഭജിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇവിടെ കിഴക്കൻ കാറ്റ് അങ്ങനെയാണ്. എന്താണ് ഈ മദൻഹായ എന്ന് പറയുന്നത്? റൂഹാണ് ആത്മാവാണ്. ഹീബ്രു ഭാഷയില് അല്ലെങ്കിൽ അറമായ സെമറ്റിക് ലാംഗ്വേജുകളില് റൂഹ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നും കാറ്റെന്നും അർത്ഥമുണ്ട്. രണ്ടും മറ്റ വാക്ക് ഉപയോഗിക്കുന്നത്. കിഴക്ക് നിന്നുള്ള കാറ്റ്. വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഈസ്റ്റ്? നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്കെല്ലാം ബേസിക് റീസണാണ് കിഴക്ക് പടിഞ്ഞാറുള്ള പ്രശ്നം. കിഴക്കിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് വചനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തരുന്നത്. കിഴക്കാണ് ഏദൻ, കിഴക്കാണ് പറുദീസ. ഹല്ലേലൂയ. ഇത് ഞാൻ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, പഴയ നിയമത്തിൽ അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഏദൻ കിഴക്ക് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആദിമ സഭ പോലുള്ള നമ്മുടെ പാരമ്പര്യമാണ്. നിങ്ങൾ അതിനെ കിഴക്കോട്ട് തിരിയണേ, കിഴക്ക് മാത്രമേ ദൈവം ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. കിഴക്ക് അഥവാ അൾത്താരയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ റീസൺ ഇതാണ്, നമ്മളുടെ ബോധ്യം ഇതാണ്, അത് പറുദീസായുടെ ഇടമാണ്. പറുദീസായിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം വസിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കിഴക്കുള്ള ഏദനിൽ പറുദീസായിൽ വസിക്കുന്നുവെങ്കിൽ കിഴക്കു നിന്നും വീശിയടിച്ച ആ കിഴക്കൻ കാറ്റ് ആരായിരുന്നു? പരിശുദ്ധാത്മാവ്. വചനത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ മരണത്തിന് മുൻപിൽ, ചെലുത്താന് മുൻപിൽ, കടലിന് മുൻപിൽ നിസ്സഹായരായി നോക്കി നിന്ന ആ ജനതയെ വിടുവിച്ചുകൊണ്ട്, കടലിന് രണ്ടായി കീറിക്കൊണ്ട്, തിരമാലകളെ കടൽ ഭിത്തി പോലെ വലിച്ചു നിർത്തി, മുൻപിൽ ചെള്ള പോലെ കിടന്നിരുന്ന പ്രതലത്തെ കാനിരുമ്പ് പോലെ ദൃഢമുള്ളതാക്കി തീർത്ത ജനത്തെ കടലിന് മറുകരയിൽ എത്തിക്കുവാനായി, അടഞ്ഞ വാതിൽ തുറക്കുവാനായി, അടയ്ക്കപ്പെട്ടതിനെ തുറക്കാനായി, ബന്ധനങ്ങളെ നീക്കുവാനായി, തടസ്സങ്ങളെ എടുത്തു മാറ്റാനായി ചരിത്രത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെയും പല ബന്ധനങ്ങളെയും ബ്ലോക്കുകളെയും ഒക്കെ എടുത്തു മാറ്റാൻ പരിശുദ്ധാത്മാഭിഷേകം ആവശ്യമാണ്. ഒരു നിമിഷം സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങളില്ലാത്തവരുണ്ടോ? തടസ്സങ്ങളില്ലാത്തവരുണ്ടോ? മാർഗഭംശങ്ങളില്ലാത്തവരുണ്ടോ? ഉണ്ട്. പല മേഖലകളിലും അഴിയാത്ത കെട്ടുപെട്ടുകളിൽ പെട്ട് കിടക്കുകയാണ്, പ്രേമക്കെണികളിൽ പെട്ട് കിടക്കുകയാണ്. വീട്ടിൽ പറഞ്ഞാൽ വീട്ടിൽ അപ്പനും അമ്മയും തൂങ്ങിച്ചാവും. അവനെ ഇട്ടേച്ചു പോയാൽ അവൻ പോയി ട്രെയിന് വട്ടം ചാടും. എന്ത് ചെയ്യുമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്, ആൺപിള്ളേരുണ്ട്. അല്ലെങ്കിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം നിർത്തണമെന്നുണ്ട്. നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നവരാകാവും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കാണുന്നവരെല്ലാം തല്ലിക്കൊല്ലും. ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ട്. പിശാചിനെ സേവിക്കാനായി പോയിട്ട് പിശാച് സേവക്കാരുടെ കയ്യിൽ ഊരിപ്പോരാൻ പറ്റാതെ കടനവേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈ സമൂഹത്തിലുണ്ട്, ഒരുപക്ഷെ ഈ പട്ടണത്തിലുണ്ടാകാം. പ്രിയമുള്ളവരെ, ഇതിലെല്ലാം പരിഹാരമുണ്ട്. പരിശുദ്ധാത്മാവായ ദൈവം കടങ്ങൾ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മനുഷ്യന് അസാധ്യമാണ്. It is impossible for human mind. ഇതിനൊരു പരിഹാരമാണെന്ന് ആർക്കും സാധ്യമല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുക മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും നോക്കി നിൽക്കെ അത്ഭുതവും അടയാളവും പ്രവർത്തിക്കൊണ്ട് അവസാനത്തെ കച്ചിത്തുരുമെന്നുള്ള വണ്ടിൽ ദൈവം പലരെയും അയക്കും. ഹല്ലേലൂയ. പലതിനെയും എടുത്തു മാറ്റും. ഹല്ലേലൂയ. പലതിന്റെയും മേൽ അഭിഷേകം ചൊരിയും. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം വേണം, ബോധ്യം വേണം. അതിനുവേണ്ടി നിരാശപ്പെടാതെ, സംശയിക്കാതെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വേണേ ഒന്ന് നന്നാക്കിക്കോ, വേണേ ഒന്ന് രക്ഷപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല വേണ്ടത്. രക്ഷപ്പെടുന്നത് വരെ ഞാൻ മുഴുവൻ പിടിക്കും, രക്ഷപ്പെട്ടാലും ഞാൻ പിടിവിടുകയില്ല എന്നുള്ള ബോധ്യത്തിൽ ആത്മാവിനോട് ഒട്ടിച്ചേർന്നിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു പറഞ്ഞാൽ നമ്മള് ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നു. ജോബ് 37:21. ജോബ് 37:21. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കാറ്റടിച്ചു, മേഘങ്ങൾ നീക്കി,
നീങ്ങുമ്പോൾ, കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നിപ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു ഭയങ്കരമായ സ്പ്ലെൻഡർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വലിയൊരു പ്രഭയെ കുറിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാറ്റടിച്ച് മേഘങ്ങൾ മാറ്റപ്പെടുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന കാറ്റ്? പരിശുദ്ധാത്മാവ്. എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മേഘങ്ങൾ? നമ്മിലെ പാപാവസ്ഥ, നമ്മിലെ പാപാവസ്ഥയെ, നമ്മിലെ ഇരുട്ടിനെ പരിശുദ്ധാത്മാവ് ഒന്നങ്ങ് മാറ്റി കഴിയുമ്പോൾ അവിടെ നിന്നും വരുന്ന സ്പ്ലെൻഡർ, അവിടെ നിന്നും വരുന്ന ആ പ്രഭ, അത് നമുക്ക് നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ അതിഭയങ്കരമായ പാപമോചനത്തിലേക്കും അതിഭയങ്കരമായ സ്വർഗീയ അനുഭവത്തിലേക്കും നയിക്കും. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നവരായ നമുക്ക് സ്വർഗത്തിലേക്കുള്ള പിടിവള്ളിയാണ്, സ്വർഗത്തിലേക്ക് നമ്മെ കരം പിടിച്ച് കൊണ്ടുപോകുന്ന ആശ്രയമാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ മുന്നിലെ എല്ലാ ഇരുട്ടിനെയും മാറ്റുന്ന, എല്ലാ മേഘങ്ങളെയും തകർക്കുന്ന ശക്തിയായ, സ്രോതസ്സായ, അഭിഷേകമായ, സഹായകനായ ദൈവം. ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ ദൈവത്തെ കൂടാതെ, ആ ദൈവത്തിന്റെ അഭിഷേകം കൂടാതെ മനുഷ്യന് ഒരു നിമിഷം പോലും ക്രിസ്ത്യാനിയായി ജീവിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഈ മനസ്സ് മടിക്കരുത്. നിങ്ങളിങ്ങനെ എനർജൈസ് ചെയ്യപ്പെടണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇരട്ടി സ്വരത്തിൽ പറയണം. ആ ഹല്ലേലൂയ പറയാൻ ധ്യാനമില്ല, ധ്യാനം ജീവിയാണ്. വലതുതരം മൂന്നോണം ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയമുള്ള സഹോദരങ്ങളെ, തുടർന്ന് സമയലാഭമാണ് ഞാൻ ഓടിപ്പോകുന്നത്. തുടർന്ന് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവാക്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധ അമ്മ തന്റെ ചാർച്ചക്കാരിയായ ഇളയമ്മയായ എലിസബത്തിനെ കാണാൻ പോയി. മറിയത്തിന്റെ അഭിവാദനം കേട്ട വഴി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി. ഹല്ലേലൂയ. അത് നമ്മളെല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകമായ കാര്യമാണ്. ഞങ്ങൾ അച്ഛന്മാര് ചില വീടുകൾ വെച്ചിരിക്കാൻ പോകുമ്പോൾ നല്ല വീടായിരിക്കും, നല്ല മനോഹരമായി പെയിന്റ് അടിച്ച് തൂവെള്ളയായ സൂപ്പർ കുപ്പിച്ചിട്ട് പോലെ തൈലൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിരുന്ന വീടായിരിക്കും. ഇത് ബാഹ്യമായ അലങ്കാരങ്ങളും ക്രമീകരണങ്ങളും ഉള്ളൊരു വീടാണെങ്കിലും ആ വീട്ടിൽ ഇരുട്ടായിരിക്കും. അതായത് നമ്മള് വെച്ചിരിക്കുന്ന ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ അവിടെ നിന്ന് പോരാൻ തോന്നും. നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. അതുപോലൊരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് ആർന്നിരിക്കും. ഹല്ലേലൂയ. അത് വീടിന്റെ വലുപ്പമോ ചെറുപ്പമോ ഭംഗിയോ ആകാരമോ വലുപ്പോ അല്ല ഉദ്ദേശിക്കുന്നത്. ചില ഇടങ്ങളിൽ, ചില മനുഷ്യർ വസിക്കുന്നിടത്ത്, പരിശുദ്ധാത്മ സാന്നിധ്യം ഇല്ലാത്തിടത്ത് ഭയങ്കരമായ നിഷേധത്തിന്റെ ഒരു തളം കെട്ടിക്കിടക്കും, ഒരു ഇരുട്ട് തളം കെട്ടിക്കിടക്കും. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. നമ്മുടെ വീട്ടിൽ 1-ാം തീയതി ആരാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ഇവനാണ് അവിടെ കഴിഞ്ഞ് കയറി വന്നത്, ഈ മാസം എന്താവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും അല്ലേ? കഴിവതും നമ്മൾ 1-ാം തീയതി ഒരു വീട്ടിലേക്കും പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു അല്ലേ? എനിക്കറിയില്ല, നിങ്ങളൊക്കെ പോവായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇനി നമ്മൾ ചെന്നിട്ട് ഇനി ആ മാസം കുറവായെന്ന് പറയണ്ടല്ലോ എന്ന് നോക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കേരളക്കാരായിട്ട് നോക്കുന്നത് അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ, ഇല്ലാന്ന് ഇല്ല. കാരണം എന്താണ്, ചില മനുഷ്യർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മൊത്തം പ്രശ്നങ്ങളായിരിക്കും. അത് സത്യമാണോ? ഇവിടെ വചനം പറയുന്നുണ്ട്, നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാണെങ്കിൽ നമ്മുടെ പ്രസൻസ് വേറൊരാളുടെ അനുഗ്രഹമായിരിക്കും. മാതാവ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിരുന്നു. അവൾ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എലിസബത്ത് സന്തോഷിച്ചു. അത് മാത്രമല്ല, വൈകുന്നേരത്തിലുള്ള കൊച്ചുങ്ങളെ കുതിച്ചു ചാടി. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മ നിറവുള്ളതിനാണ്. മനുഷ്യര് കറന്നിരിക്കും, വെളുത്തിരിക്കും, പൊക്കമുള്ളവരായിരിക്കാം, പുലന്മാരായിരിക്കാം, വണ്ണം കാണും, എഴുതായിരിക്കാം, പല ടൈപ്പ് ആകാറുണ്ട്. ചില മനുഷ്യര് എല്ലാ സുന്ദര സുഖന്മാരാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് വളരെയേറെ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് തോന്നും. എന്നാൽ ചില മനുഷ്യരുടെ അടുത്ത് വന്നാല് എത്ര മണിക്കൂർ സംസാരിച്ചിരുന്നാലും അയ്യോ തീർന്നു പോയോ, കുറച്ച് നേരം ഉണ്ടാകുമെന്ന് തോന്നും. തോന്നാറില്ലേ? ഉണ്ട്. അതിന്റെ കാരണം എന്താണ്? അവരുടെ ആത്മാവിന്റെ തോതാണ്. മറ്റുള്ളവരെ എങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഒരു എനർജി കൊടുക്കാൻ സാധിക്കുന്നു, അതെല്ലാം സാധിക്കുന്നത് ആ വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം ഭാര്യയ്ക്ക് ഭർത്താവിന് അനുഗ്രഹമായി മാറണമെങ്കിൽ, ഭർത്താവിന് ഭാര്യയുടെ അനുഗ്രഹമായി മാറണമെങ്കിൽ, മാതാപിതാക്കൾക്ക് മക്കൾ അനുഗ്രഹമാണെങ്കിൽ, മക്കൾക്ക് മാതാപിതാക്കൾ അനുഗ്രഹമാകണമെങ്കിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണം. അതുകൊണ്ടാണ് ഇങ്ങനെ മാതാപിതാക്കളോട് പറയും,
റൂം. പണ്ട് ഞാൻ പ്രസംഗിച്ച് പറഞ്ഞതാണ്, മേക്ക് യുവർ ബെഡ്റൂംസ് ആൻ അപ്പർ റൂം. അപ്പർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ റൂം ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർ പറഞ്ഞേ, അപ്പർ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലത്തെ മുറിയാണോ? അല്ല, പിന്നെ എന്താണ്? സെഹിയോൻ മാളികയെ വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷ് ബൈബിളിലെ സെഹിയോൻ ഊട്ടുശാലയെ അപ്പർ റൂം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ മേക്ക് യുവർ ബെഡ്റൂംസ് ആൻ അപ്പർ റൂം എന്ന് പറഞ്ഞാൽ രണ്ട് തലമണിയാണെന്നല്ല അർത്ഥം. നിങ്ങളുടെ കിടപ്പറയെ ഒരു സെഹിയോൻ ഊട്ടുശാലയാകുക. പരിശുദ്ധ അമ്മയോടുകൂടെ, സ്ത്രീകന്മാരോടുകൂടെ, വിശുദ്ധരോടുകൂടെ, തിരുസഭയോടുകൂടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ഒരുമിച്ച് ആ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അപ്പന്റെ അമ്മയുടെ സാന്നിധ്യമുള്ള ഒരു കുടുംബത്തിൽ ആത്മാവിന്റെ ആവശ്യം എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഭവനങ്ങളിലുള്ളവർക്ക് മനസ്സിന് സന്തോഷമായിരിക്കും. ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, തകർച്ചയായിക്കൊള്ളട്ടെ, കടമായിക്കൊള്ളട്ടെ, എന്തൊക്കെയാണെങ്കിലും മനസ്സമാധാനം. സമ്പത്തൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും മനസ്സമാധാനം പോയത് പ്രയോജനമില്ല. ഒത്തിരി വേദനിക്കുന്ന സമ്പന്നർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹല്ലേലൂയ. ആ വേദന മാറി അത് സന്തോഷമായി തീരണമെങ്കിൽ ആത്മാവിനാൽ നന്ദി പിടിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയും പല പല ആവശ്യങ്ങൾ പരിശുദ്ധാത്മാവോട് നമുക്കുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രധാനമായി 5 നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മെ ബാധിക്കാവുന്ന ചില തെറ്റിദ്ധാരണകൾ, ഇങ്ങനെ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ നമ്മെ ബാധിക്കാവുന്ന ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടെ പറഞ്ഞ് ഈ ശുശ്രൂഷ അവിടെ വായിക്കേണ്ടത് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയത് 1 തിമോത്തി chapter 5 verse 8. 1 തിമോഥെയോസ് 5:8. അവിടെ ഇങ്ങനെയാണ് എഴുതി വെക്കുക: ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവരും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. ഹല്ലേലൂയ. ആത്മീയ മേഖലയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഓർക്കണം, ഞാൻ ഇന്നലെ പറഞ്ഞു, അത് കുടുംബത്തിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കണം. ഒരു ഇടവക വികാരിയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ധ്യാന ശുശ്രൂഷ, ഇപ്പൊ ഞാൻ ധ്യാന ശുശ്രൂഷയിൽ ഇടപെടുന്ന ഒരു അച്ഛനാണ്. എന്നെ നാളെ പിതാവിനെ എടുത്ത് വികാരിയായിട്ട് വെച്ചു. ഞാൻ ഇടവകയിൽ പോകാനില്ല, ഞാൻ ലോകം ധ്യാനിക്കാൻ നടന്നു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പറയും. ഞാൻ എന്നെ കാണാനായിട്ട് ഇടവകയിലെ ആവശ്യങ്ങൾ നടത്തി കിട്ടാനായിട്ട് മുറി മേടിക്കാനായിട്ട് ആൾക്കാർ പള്ളിയിൽ വരും. ഞാൻ ധ്യാനിപ്പിക്കാൻ പോയില്ല. ഞാൻ ഇന്ന് പോയാണ്, ഞാൻ നാളെ കോഴിക്കോടാണ്, പട്ടഞ്ചേരിയാണ്, ഞാൻ ഇങ്ങനെ നടന്നു. എന്നെ ആൾക്കാർ കാണുന്നതെല്ലാം വലിയ ഫ്ലക്സ് ബോർഡുകളിൽ മാത്രമാണ് എന്ന് വിചാരിക്കുക. ഇടവക പള്ളിയിൽ വിചാരിച്ചെ കാണാനില്ല. നിങ്ങൾ മുറുമുറുക്കില്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വികാരിനെ വേണ്ടാന്ന് നിങ്ങൾ പരാതിയായിട്ട് അരമനയിലേക്ക് ജീപ്പ് കാർ വിളിച്ചു പോകില്ലേ? ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ഭാര്യയായിക്കൊള്ളട്ടെ, ഒരു ഭർത്താവായിക്കൊള്ളട്ടെ, ആത്മാഭിഷേകത്തിലേക്ക് വന്നു, ആത്മീയ പാതയിലേക്ക് തിരിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബത്തെ മറക്കാൻ പാടില്ലെന്നാണ് പൗലോസ് ഉപദേശിക്കുക. നിങ്ങൾ ആത്മാവിനാൽ എത്രത്തോളം നിറഞ്ഞാലും അഭിഷേകമുള്ളവരായി മാറിയാലും നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുന്ന കടമകൾ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? നിങ്ങൾ വിശ്വാസം ത്യജിച്ചവനെ പോലെയും അവിശ്വാസിയേക്കാൾ ഹീനരായവനെ പോലെയും. കാരണം നിങ്ങൾ പിടിക്കാവുന്നതല്ല പറയുന്നത്. ആ കാര്യം പ്രത്യേകത ഓർക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ സ്പീഡിൽ പറയുന്നത് ഫോളോ ചെയ്യാൻ ഇല്ല? വെരി ഗുഡ്. Another verse is from the book of Joshua. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവാക്യം. ജോഷുവ 3:5. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, അപ്പോൾ എന്ത് സംഭവിക്കും? നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ പലപ്പോഴും ആത്മാഭിഷേകത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഒരു അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി. ചിലര് നമ്മൾ കരിസ്മാറ്റിക് ധ്യാനങ്ങൾക്ക് ഒരാഴ്ച റെസിഡൻഷ്യൽ റിട്രീറ്റ്സിലൊക്കെ പോയി വന്നു, പിന്നെ 2 ആഴ്ച അടുപ്പിച്ച് പള്ളിയിൽ വരും. പിന്നെ കുടുംബ കൂട്ടായ്മകളൊക്കെ ഭയങ്കര ആവേശമായിരിക്കും ആദ്യം 1-2 മാസം. പിന്നെ ആ ബാറ്ററി ഒക്കെ ഡൗൺ ആയി. പിന്നെ ആഴ്ച 2 തവണ പള്ളിയിൽ വരും. പിന്നെ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ മീറ്റിങ്ങിന് പോകും. അങ്ങനെ വല്ലപ്പോഴും ചെയ്യുന്നു. സാധാരണ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇടവകത്തെ കാര്യമല്ല പറഞ്ഞേ, സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ വിശുദ്ധീകരിക്കാതിരുന്നാൽ ഈ കോപ്പറിൽ ക്ലാവ് പിടിക്കും എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ ക്ലാവ് പിടിക്കും. നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് ഡൗൺ ആയി പോകും. നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ, അടയാളങ്ങൾ നാം കാണണമെങ്കിൽ
മാറണമെങ്കിൽ, കർത്താവ് ഇടപെടണമെങ്കിൽ നിരന്തരമായ ഒരു വിശുദ്ധീകരണം നമുക്കുണ്ടാകണം. ആൻഡ് ഓൾസോ നമുക്ക് നമ്മളെ പറ്റി ഒരു ആത്മാവബോധം ഉണ്ടായിരിക്കണം. വി ഷുഡ് നോട്ട് ഹാവ് ദ സ്പിരിച്വൽ പ്രൈഡ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, ഞാൻ മൂവാറ്റൂർ കുറവുകൾ ധ്യാനിച്ച ആളാണല്ലോ, ഞാൻ മിടുക്കനാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചോണ്ട് ഞാൻ മുതൽ വലിയ ഷോ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്കുള്ള ഈ കൃപ ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്പിരിച്വൽ പ്രൈഡ് നമുക്ക് പാടില്ല. ആത്മീയമായ എളിമ നമുക്ക് വേണം. നമ്മൾ എത്രത്തോളം ഉന്നതരാണെങ്കിൽ എളിമ നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ യെശയ്യായുണ്ടായ ദർശനത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദൈവപുരാന്റെ വലിയ മാഗ്നിഫിസന്റ് ആയ വളരെ സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള ആ സിംഹാസനം കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യായ്ക്ക് എന്താ മനസ്സിലായത്? ഞാൻ എല്ലാം കഴിഞ്ഞവനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ്, കുറ്റം കൊള്ളുകയല്ല ചെയ്തത്. യെശയ്യാ മാറത്തടിച്ച് നിലവിളിച്ചു, അയ്യോ ഹാ എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അതിനോട് കൂടിയുള്ളവനാണ് എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രവർത്തിച്ച് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ തന്നെ അടിയറവ് വെച്ചു. അദ്ദേഹം ദൈവ പ്രവാചകനായിരുന്നുവെങ്കിൽ പോലും തന്റെ ആ ഒരു കഴിവ് പ്രാപ്തിയൊന്നും വിലക്കെടുക്കാതെ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു. നമ്മുടെ കർത്താവ് തന്നെ താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നതാണ്. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, വിട്ടുകൊടുക്കൽ, താഴ്മപ്പെടൽ. നമ്മൾ ആത്മീയമായി വളരും തോറും നമ്മൾ എളിമ നിറഞ്ഞ ഹൃദയമുള്ളവരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ പാപമാലിന്യങ്ങൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് വേണം. അയോഗ്യതകളെ ഏറ്റുപറയാനുള്ള സന്നദ്ധത വേണം. അത് കഴുകിക്കളയാനുള്ള ആഗ്രഹം വേണം, പരിശ്രമം വേണം. ഹല്ലേലൂയ. അതില്ലാതെ പണ്ടൊരു ദേവസ്യ മുന്നക്കരായ ഒരു സഹോദരൻ ഈ ഗോതമ്പിന്റെ പ്രശസ്തമായ എല്ലാ പള്ളികളിലും ധ്യാനിപ്പിച്ച ഒരാളാണ്. ഈ പള്ളി ധ്യാനിച്ചിട്ടുണ്ടോ ദേവസ്യ മുന്നക്കര സാറ്? ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്. ഇവിടെ അച്ഛന്മാരൊക്കെ പറഞ്ഞ പക്ഷെ ഇവിടെ കണ്ടേക്കുമായിരിക്കും. നമ്മുടെയൊക്കെ പള്ളികളിൽ അദ്ദേഹം ആരായാലും മാർപ്പാപ്പ കഴിഞ്ഞാൽ അടുത്ത ആളെന്നുള്ള മട്ടില് കത്തോലിക്ക സഭയുടെ ശബ്ദമായിട്ട് നിറഞ്ഞു നിന്ന അൽമായ ശുശ്രൂഷകനായിരുന്നു. ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. ക്രമേണ സത്യസഭയുടെ കൂട്ടായ്മയിൽ അദ്ദേഹം അകന്നുപോയി. ബിക്കോസ് അദ്ദേഹം പറയാൻ തുടങ്ങി, ഇത് ഞാൻ പറയുന്നത് പോലെ ഇത് സംഭവിക്കും. പണ്ടൊക്കെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടുകൂടെ, പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തോടുകൂടെ അദ്ദേഹം ശുശ്രൂഷകൾ നടത്തിയിരുന്നുവെങ്കിൽ പിന്നീട് വലിയ ലക്ഷക്കണക്കിന് ആളുകളെ തടിച്ചുകൂട്ടി വലിയ കൺവെൻഷൻ ഹോളുകളിലും പന്തലുകളിലും ഒക്കെ അദ്ദേഹം റിട്രീറ്റ്സ് നടത്താൻ തുടങ്ങി. അപ്പോൾ കുർബാന ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛന്മാരില്ലെങ്കിലും കുഴപ്പമില്ല, ഐ ക്യാൻ ഹാൻഡിൽ, എനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വഴിയായി ദൈവം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതൽ. എന്റെ പള്ളി അരിക്കുഴപ്പള്ളിയിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മലപ്പുറത്ത് നിന്ന് മുസ്ലിം സഹോദരങ്ങൾ പർദ്ദയിട്ട അമ്മച്ചിമാര് ഒരു വണ്ടിക്ക്, ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആ കാഴ്ച, അരിക്കുഴപ്പള്ളിയിൽ ധ്യാനം കൂടാൻ മലപ്പുറത്ത് നിന്ന് വന്നേക്കോ മുസ്ലിങ്ങൾ. അത്രയ്ക്ക് ഫേമസ് ആണ്. കാരണം പറയണത് പോലെ രോഗശാന്തികളൊക്കെ ഭയങ്കരമായിരുന്നു. രോഗികളായിട്ടുള്ളവരാണ് അവർ വന്നത്. അതുപോലെ ആ മനുഷ്യൻ, ആ അൽമായ അഭിഷിക്തനായിരുന്ന ആ മനുഷ്യൻ എല്ലാ ഉപരിമഹത്വവും ദൈവം തമ്പുരാൻ കരയേറ്റുന്നതിന് പകരമായി അത് എന്നെ എടുത്തുകൊണ്ടാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ദൈവം പയ്യെ അവരിൽ നിന്നത് എടുത്തു മാറ്റി. ഇന്ന് ആർക്കും വിലയില്ലാതെ ഏത് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകാരുടെ കൂടെ കൈ കൊടുത്ത് നടത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തന്നെ എളിമപ്പെടുത്തും. അഹങ്കാരം, ആത്മീയമായ അഹന്ത ഒഴിവാക്കണം. പ്രിയമുള്ളവരെ, അടുത്ത ഒരു വചനം യെശയ്യാ 5:8 മുതൽ 30 വരെയുള്ള തിരുവാക്യങ്ങൾ. അത് മുഴുവൻ വായിക്കുന്നില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന വചനഭാഗം യെശയ്യാ 5-ാം അധ്യായം 8 മുതൽ 30 വരെയുള്ള വചനത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വചനമാണ്. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിന്റെ മധ്യത്തിൽ തനിച്ചു വസിക്കുന്നവന് ദുരിതം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആത്മാഭിഷേകം നമുക്ക് കിട്ടുമ്പോൾ, ആത്മീയമായി നമ്മൾ വളരുമ്പോൾ നമ്മൾ സ്വാർത്ഥരാകാൻ പാടില്ല. സെൽഫിഷ് ആവുന്നത്. നമുക്ക് എന്ത് കിട്ടിയോ ദൈവം നൽകിയ ദാനമാണ്. അതുകൊണ്ട് നമ്മളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എഴുതിക്കൊണ്ട് പോകുന്ന വചനങ്ങൾ അത് നിങ്ങൾ കുടുംബത്തിൽ പോയി പങ്കുവയ്ക്കണം. ഇടവ കൂട്ടായ്മകളിൽ, പ്രാർത്ഥന കൂട്ടായ്മകളിൽ പങ്കുവയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആ ആത്മീയ ജ്ഞാനം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും. എനിക്ക് കിട്ടിയത് എന്റെ കയ്യിൽ മാത്രം ഇരുന്നാൽ മതി, എനിക്ക് വര കിട്ടിയാൽ വരെ എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ചോളാം. അങ്ങനെ ഒരു സെൽഫിഷ്നെസ് ഇല്ല. വീടോട് വീട് ചേർത്ത്, വയലോട് വയൽ ചേർത്ത്, അതിന് നടുത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ നിങ്ങൾ നോക്കരുത്.
നമുക്ക് കിട്ടുന്ന അഭിഷേകമെല്ലാം ശുശ്രൂഷയ്ക്കായുള്ള അഭിഷേകമാണ്. ആ ഒരു മാനദണ്ഡത്തിൽ അതിനെ എടുക്കുവാനും സമർപ്പണ ബുദ്ധിയോടുകൂടെ നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നവ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. നമ്മളെക്കാളും മിടുക്കനായി, എന്നെക്കാളും സമർത്ഥരായ ഒത്തിരി വൈദികർ ഈ രൂപതയിലുണ്ട്. എന്നെക്കാളും നല്ലവണ്ണം ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. അവരെ വളരുന്ന കാണുമ്പോൾ ഉടനെ എനിക്ക് അസൂയ വരാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അസൂയ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈവം കഴിയും. ആത്മാഭിഷേകത്തിൽ ശുശ്രൂഷിക്കുന്നവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെല്ലാവരും ആത്മീയ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവരാണ്. ഓർമ്മപ്പെടുത്തലാണ്. അസൂയ, സെൽഫിഷ്നെസ് പാടില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു വചനമാണ് ന്യായാധിപന്മാർ 16:20. ന്യായാധിപന്മാർ 16:20. അവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സാംസൺ. സാംസൺ ഒരു നാസ്തികതക്കാരനായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ റിലീജിയസ് പേഴ്സൺ, ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു തല മുഴുവൻ മുണ്ടന ചെയ്ത് തലയുടെ നടുക്ക് വരുമ്പോൾ മാത്രം മുടി ഇങ്ങനെ നീട്ടി വളർത്തുക. ബാക്കിയെല്ലാം ഇങ്ങനെ ഷേവ് ചെയ്ത് തലയുടെ നടുക്ക് ഉച്ചിയിൽ ഇവിടെ മുടി ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയ നീളൻ മുടി, ആ മുടി ഇങ്ങനെ പിന്നിട്ടു. ആ മുടിയായിരുന്നു സാംസന്റെ ശക്തി കേന്ദ്രം. സാംസൺ ഇങ്ങനെ ഞൊടിച്ചാൽ ഈ പള്ളി പ്രേതായിരുന്നു എന്ന് പറഞ്ഞാൽ അതുപോലത്തെ മസിൽമാനായിരുന്നു. ഞങ്ങൾക്ക് എക്സാഗ്രേഷൻ പറഞ്ഞാൽ ന്യായാധിപന്മാർ പുസ്തകത്തിൽ വായിച്ച സമയം പോലെ വായിച്ചിട്ടുള്ളവർക്കറിയാം. ഭയങ്കരമായ ആഹാര വടിവും സൗന്ദര്യവും ആരോഗ്യവും കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യൻ, ഒരു നാസ്തിക മതക്കാരൻ. അവന് പല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. മദ്യപിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, പല ദൈവം നമ്മളെ നടന്നു പോകരുത്, അങ്ങനെയുള്ള പല സ്റ്റിപ്പുലേഷൻസ്, പല നിബന്ധനകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളുടെയും കണ്ണുറക്കത്തിലും ചിരിച്ചു കാണിക്കലിലും അവൻ വശം കെട്ട് അവസാനം പലരുമൊക്കെ അവൻ വീഴ്ച നടത്തി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തെക്കാൾ അവൻ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കാൻ, ദൈവത്തിന് കരയേറ്റേണ്ട മഹത്വത്തെക്കാൾ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ദൈവത്തിൽ നിന്നും അകലാൻ തുടങ്ങി. അവൻ പുറമേ ഭയങ്കര പരിഷ്കാരിയായി, ദൈവത്തിന്റെ അടുത്ത ആളായി, ശക്തിമാനായി കാണപ്പെട്ടു. പക്ഷെ ഉള്ളിൽ അവൻ പാപം ചെയ്ത് രഹസ്യ പാപങ്ങൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു. രഹസ്യ പാപങ്ങൾ നമ്മെ നമ്മുടെ കഴുത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാള് പോലെ എപ്പ വേണമെങ്കിൽ നമ്മുടെ കഴുത്തിൽ ചേരിച്ചു പോകാം. ഓർത്തിരിക്കുക, പോക്കറ്റിലിട്ട തീക്കട്ട പോലെയാണ് രഹസ്യ പാപങ്ങൾ. നമ്മുടെ പള്ളിയിൽ ഭയങ്കര കേമനായിട്ട് വരും, ഒക്കെ ശരിയാണ്, സംഘടനകളുണ്ട്, പള്ളിയുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലാണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ മോശക്കാരാണ്. പകൽ മാന്യന്മാരാണെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ദൈവം പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരു പകൽമാനായി പറയുന്ന സാംസന്മാരും പലർത്ത് വീഴ്ച നടത്തി. ഒരു പെൺവഴി പിശാച് അവന്റെ ജീവിതത്തിൽ ഇടപെട്ടു. രാത്രിയിൽ അവൻ ബോധം കെട്ട് ഉറങ്ങിയപ്പോൾ, മദ്യപിച്ച് ലഹരിയിൽ അവൻ കിടന്ന് ഉറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ആ ചേട്ടത്തി വന്ന് ആ മുടിയൊക്കെ മുണ്ടാനം ചെയ്തു. ആ പുള്ളി നേരം പല്ല് കണ്ണാടി നോക്കിയില്ലാന്നോ പുള്ളി മുടി പോയത് മുടിയായിരുന്നു അവന്റെ ശക്തി കേന്ദ്രം, സ്രോതസ്സായിരുന്നു. ചിലരുടെ വയറ് കാണുന്നു, ഈ വയറാണോ അച്ഛന്റെ ശക്തി എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ മുടിയായിരുന്നു ആ സാംസന്റെ കേന്ദ്രം. ആ മുടി പോയി. പ്രിയമുള്ളവരെ, പിന്നീട് സാംസൺ ശക്തിപ്രഭാവം കാണിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു മനമുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് സാംസണിൽ നിന്നും പറന്നകന്നു പോയത് സാംസൺ അറിഞ്ഞില്ല. ദൈവത്തിന്റെ അഭിഷേകം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സമയവും അവൻ പുരോഹിതനായിക്കൊള്ളട്ടെ, സന്യാസിയായിക്കൊള്ളട്ടെ, അൽമായ ശുശ്രൂഷകനായിക്കൊള്ളട്ടെ, എടുത്തു മാറ്റപ്പെടാം. നമ്മൾ അയോഗ്യമായി ദൈവസന്നിധിയിൽ നിരന്തരം പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ മുൻപിൽ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കുന്ന കണക്ക് ദൈവത്തെ പറ്റിക്കാമെന്ന് നാം വിചാരിച്ചാൽ നമ്മിൽ നിന്നും ദൈവാത്മാവ് പറന്നു പോകും. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ചാക്കൊടുത്ത് ചാരം പൂശി ഇപ്രകാരം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു: ഓ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹല്ലേലൂയ. Every day you must pray this for the anointing of the Holy Spirit. നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവമേ, എൻ്റെ ഈ പിടിപ്പുകേട് മൂലം, എൻ്റെ ഈ തഴക്കദോഷം മൂലം, എൻ്റെ ഈ പ്രശ്നങ്ങൾ മൂലം എന്നിൽ നിന്ന് ആത്മാവിനെ എടുത്തുകൊണ്ട് പോവല്ലേ, എൻ്റെ ജീവനെ എടുത്താലും എന്നിലെ പരിശുദ്ധാത്മാവിനെ എടുക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറും ബൊമ്മകളായി പോകും. പുറമേ എല്ലാം ഉണ്ട്, ഉള്ളിലൊന്നും ഇല്ലാതെ.
പ്രിയമുള്ളവരെ, അവസാനമായി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16:29 മുതൽ. രാജാക്കന്മാർ 1:16-29. അത് ആഹാബ് രാജാവ്, ഇസ്രായേലിലെ രാജാവായിരുന്നു ആഹാബ് രാജാവ്. ഈ ആഹാബ് രാജാവിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മിടുമിടുക്കനായിരുന്നു, ദൈവത്തിലെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത രാജാവാണ്. പക്ഷേ ആഹാബ് രാജാവ് ഇസ്രായേലിന്റെ അധമനായിരുന്നുവെങ്കിൽ പോലും മുൻകാലങ്ങളിലെ ഭരണാധിപന്മാരെക്കാൾ പല കൊള്ളരുതായ്മകൾ ചെയ്യാൻ തുടങ്ങി. അനുഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ കുറെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ തിന്നിട്ട് എല്ലിനിടയ്ക്ക് നമ്മൾ പറയും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. നമ്മൾ വന്ന വഴി മറക്കും. എന്നിട്ട് നമുക്ക് തോന്നുന്നതൊക്കെ നമ്മളത് ചെയ്യണം. വന്ന വഴി നമ്മൾ മറക്കും. അതുപോലെ ആഹാബ് രാജാവ് വന്ന വഴിയൊക്കെ മറന്ന് തന്റെ മുൻ ഭരണാധിപന്മാരെക്കാളും മുൻഗാമികളെക്കാളും മോശമായി ഭരണം നടത്താൻ തുടങ്ങി. അത് കൂടാതെ അവൻ ഒരു വിജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. ജെസബെൽ എന്നായിരുന്നു അവളുടെ പേര്, ജെസബെൽ. ആ വിജാതീയ സ്ത്രീ വിവാഹം കഴിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് അന്യ മതസ്ഥരെയൊക്കെ നമ്മൾ വിവാഹം കഴിക്കുന്നതെന്ന് പറയാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് ബൈബിൾ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യമേ നമ്മൾ അതിനിപ്പോ എന്നാ ഇങ്ങോട്ടേക്ക് മാമൂസ മുക്കിയാ പോലെ. സ്നേഹമുള്ളവരെ, നിങ്ങളിപ്പോ ഞാനായിരുന്നു, നിങ്ങൾ മറ്റു മതത്തിൽ ജനിച്ച് വിവാഹം മൂലം ക്രിസ്ത്യാനിയായി വന്നവർക്ക് ഈ കൂട്ടത്തിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. കൊണ്ടേരിക്കാണ്ട് ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വളരെ കൃത്യമായി പറയാം. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒരു വ്യക്തിക്ക് ഈശോയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ടും ബോധ്യം കൊണ്ടും ക്രിസ്തു മതം സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിയുന്നു. എനിക്ക് അങ്ങനെ കെട്ടണം, എനിക്ക് അവളെ കെട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലും ആവശ്യമാണ്. അപ്പൊ ഏത് വിധേയം ആവശ്യം മുങ്ങിയാലും വാട്ട് ഈസ് മൈ ഫോക്കസ്, വാട്ട് ഈസ് മൈ ഇന്റൻഷൻ, അതാണ് തമ്പുരാൻ നോക്കുന്നത്. അവനെ കണ്ടോണ്ടാണ് അവളുടെ മാമോദിസ മുങ്ങിയതെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവൾക്ക് ആ മാമോദിസയുടെ ഫലങ്ങളൊക്കെ നഷ്ടമാണ്. എന്നാൽ എന്നെ കണ്ടോണ്ടാണ്, എന്നുള്ള വിശ്വാസം മൂലമാണ് അവരുടെ വിശ്വാസത്തിലേക്ക് വന്നതെങ്കിലോ ആ കൃപ മറ്റുള്ളവരുടെ മേൽ ഉള്ളതിനേക്കാളും കൂടുതൽ അവന്റെ മേൽ ദൈവിച്ചു. ഹല്ലേലൂയ. അപ്പൊ അവൾ പലപ്പോഴും നമ്മൾ ആവേശത്തിന്, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ കേൾക്കണം. യുവജനങ്ങളൊക്കെ അറിയാം. ഇന്നലെ ഞങ്ങൾ കൈപ്പിടി കാണിച്ചു കുറച്ച് പേര് പുറകില്. അപ്പൊ നമ്മൾ ആവേശത്തിന് മറ്റ് മതത്തിലുള്ളവരൊക്കെ പിടിച്ച് കല്യാണം കഴിയുമ്പോൾ പ്രേമം എല്ലാം കൂലിയാണ്, നാടേനെ കുറയണമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ ഡയലോഗ് പറയും. പക്ഷെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ കല്ലുകളികൾ ആരംഭിക്കാൻ തുടങ്ങും. ഇതുപോലെ പഴയ രാജാവിന്റെ ആഹാബ് രാജാവിന്റെ ജീവിതത്തിൽ ഭയങ്കരമായ കല്ലുകളികൾ ആരംഭിച്ചു. അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഭിവൃദ്ധിയൊന്നുമില്ല. ജീവിതത്തിലെ ഭയങ്കര പ്രശ്നങ്ങൾ, ബ്ലോക്കുകൾ. ദൈവത്തിന് മാറി വലിയ അർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ബിസിനസ് മേഖല ഡൗൺ ആയി പോകുന്നു, കൃഷി മേഖല തകർന്നു പോകുന്നു, ജോലിയിൽ മൊത്തം സ്ട്രെസ്. ആവേശത്തിന് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിക്കുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ വട്ടമിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് യോയോ വെച്ച് കല്യാണം കഴിപ്പിച്ചതാണ്. യോയോ വെച്ചവരൊന്നും കല്യാണത്തിന് ശേഷം പോയ വഴി പുല്ല് മുളച്ചിട്ടില്ല. ഇപ്പോൾ ഞാനും അവളും അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും, വേറെ ആരുമില്ല. വീട്ടുകാരുടെ സമ്മതം ഉണ്ടാവുക കഴിച്ചുകൊണ്ട് വീട്ടുകാരിൽ നിന്നും സപ്പോർട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെ അസംഖ്യക അവസ്ഥകളെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത്, ഈ ആഹാബ് രാജാവിന് ഇതുപോലൊരു സാഹചര്യം വന്നപ്പോൾ ഭാര്യയായ വിജാതീയ സ്ത്രീ ആയിരുന്ന ആ ഭാര്യ പറഞ്ഞു, എന്റെ ചേട്ടൻ ഇത്രയും നാളെ യഹോവയ്ക്ക് ബലി അർപ്പിച്ചില്ലേ, ഇനി ചേട്ടന്റെ കാര്യം ചെയ്യരുത്. ഞങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, ഞങ്ങളുടെ സുന്ദരനായ ബാലദേവൻ, ആ ബാലദേവനോട് പ്രാർത്ഥിക്കും. അപ്പൊ തലയാണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള ആയുധം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് എന്താണ്? തലയാണ് മന്ത്രമാണ്. ഞാൻ പറഞ്ഞതല്ല, പൂർവികരായി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എനിക്കറിയില്ലോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ പ്രിയമുള്ളവരെ, ഈ തലയണ മന്ത്രത്തിൽ ആഹാബ് രാജാവ് എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ബാലദേവന് വേണ്ടി അവൻ പല ക്ഷേത്രങ്ങളിൽ പണിതു. ബാലദേവൻ ബലി കഴിച്ചു. എന്തായിരുന്നു ഫലം? അവന്റെ മൂത്ത പുത്രനും ഇളയ പുത്രനും വധിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ മേൽ ദൈവത്തിന്റെ ഉഗ്രകോപം ഇറങ്ങി. പ്രിയമുള്ളവരെ, സൂത്രപ്പണികൾ നമ്മൾ പോകരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഫലം ഉണ്ടാവുന്നില്ല, എന്നാൽ പിന്നെ മറ്റു പലരെ പുറകെ പോയേക്കാം, മറ്റു പലരെ ആരാധിച്ചേക്കാം. ഒരേ സമയം അവിടെ ഇവിടെ രണ്ട് വളരെ കാര്യമാവുന്ന അവസ്ഥ. നിനക്ക് കർത്താവിന്റെ പാനപാത്രത്തിൽ നിന്നും പിശാചിന്റെ പാനപാത്രത്തിൽ നിന്നും ഒരേ സമയം പാനം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സൂത്രപ്പണികളുടെ പിന്നാലെ പോകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, പൊതുവെ ഒരു സ്റ്റഡി നടത്തിയാൽ ഒരു കാലത്ത് അഭിഷേകമുള്ള വ്യക്തികളായി സഭയിൽ ശുശ്രൂഷിച്ച പലരുമാണ്
പിന്നീട് ആ ഫീൽഡിൽ നിന്ന് ഔട്ടാകുന്നു എന്ന് തോന്നുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പലരുടെ പുറകെ പോകുന്നത്. ഹല്ലേലൂയ. ചില അതായത് വീടുകളിൽ നമ്മളിങ്ങനെ വെച്ചിരിക്കാനായിട്ട് ചിലപ്പോൾ ചില വീടുകളിൽ പിന്നെ ഈ രൂപങ്ങളുടെ പുറകിൽ മറ്റു പല സാധനങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. രൂപങ്ങളൊക്കെ വെക്കുന്നതിന് പുറകിൽ മറ്റു പല സാധനങ്ങളൊക്കെ ഇരിക്കാറുണ്ട്. ചില തകിടുകള്, ചില നൂലുകള് അവിടെ ഇവിടെയൊക്കെ ജനലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂവാറ്റുപുഴ ഇടവകയിൽ ഞാൻ വെച്ചിരിക്കാൻ പോയിട്ടില്ല. ഞാൻ വേറെ പല ഇടവകളുടെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആള് ഈ തൃശ്ശൂർ സൈഡിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ കുട്ടിച്ചാത്ത സേവയുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നവരോട് ക്ഷമിക്കണം, നിങ്ങളെ ആക്ഷേപിക്കുകയല്ല. തൃശ്ശൂരിലുള്ള കുട്ടിച്ചാത്തൻ സേവയ്ക്ക് അവിടെയുള്ള അച്ഛന്മാർ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അവിടെ കൂടിയിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. കുട്ടിച്ചാത്ത സേവ ഞാൻ പറഞ്ഞ ഹൈന്ദവർക്ക് അത് പ്രധാനപ്പെട്ട ഒരു ആചാരമായിരിക്കാം, അവരുടെ ശക്തി കേന്ദ്രമായിരിക്കും. പോവാൻ വർഷിക്കണോ, that is none of our business. പക്ഷെ നമ്മൾ പോയിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ അഭിഷേകമുള്ള ക്രിസ്തുവിന്റെ സാക്ഷികളായ ദൈവത്തിന്റെ മക്കളായ നമുക്ക് ഉചിതമായതൊന്നല്ല സൂത്രപ്പണികൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആത്മാഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ 3 ദിവസങ്ങളിലായിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നിത്യജീവനാണ് ഏറ്റവും പ്രാധാന്യം. ഇന്ന് മാത്രം വന്നവര് ഈ 3 പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. എല്ലാവരും നിന്ന് മറന്നുപോകും. ഈ വളരെ എഴുതിയെടുത്താൽ നിന്ന് മറന്നുപോകും. നിത്യജീവൻ മറക്കരുത്. എത്ര കാശുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും പ്രതാപമുണ്ടെങ്കിലും ഇന്നോ നാളെയോ നമ്മൾ മരിക്കുക. നമ്മൾ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ നമുക്ക് നോട്ടീസ് തരില്ല. അനുദമിക്കാൻ നമുക്ക് പെട്ടെന്ന് അവസരം ഉണ്ടാകണമെന്നില്ല. സോ ഓൾ ദ ടൈം മസ്റ്റ് ബി റെഡി. വി മസ്റ്റ് ബി റെഡി ഓൾ ദ ടൈം ഫോർ അവർ ഡെത്ത്. നമ്മുടെ മരണത്തിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം എന്നും വേണം. എന്നും അതിനു വേണ്ടി കുരിശുവരികളും കിടക്കണമെന്നും പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കണം. നാളെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിലും, നാളെ നിങ്ങളുടെ കല്യാണമാണെങ്കിലും, നിങ്ങൾ എല്ലാ നല്ല സ്വപ്നം കണ്ട് കിടന്നാലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചൊരു സ്വപ്നം കണ്ടാൽ മതി. ഹല്ലേലൂയ. രണ്ടാമത്, സ്വർഗത്തിൽ പോകാനായിട്ട് ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയാഹാരമാണ്, ജീവന്റെ ഔഷധമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ വില കൊടുക്കാതെ, നിങ്ങൾ എല്ലാ ഭക്താഭ്യാസത്തിന്റെ പിന്നാലെ പോയാലും, ആയിരക്കണക്കിന് ധ്യാനം കൂടിയാലും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും നിങ്ങൾ രക്ഷ പ്രാപിക്കുകയില്ല. ജീവന്റെ അപ്പമായ പരിശുദ്ധ കുർബാനയിൽ നിന്നും കരുണ സ്വീകരിക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് കുർബാനയോടുള്ള നമ്മുടെ അതൃപ്തി, അകൽച്ച, നിസ്സംഗത, മടി ഇത് നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മക്കളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. മൂന്നാമതായി, ഇതിലേക്ക് നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, ഉൽപ്രേരകം, അതാണ് എന്ത്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാൻ തോന്നുള്ളൂ, നമുക്ക് കൊന്തയെല്ലാം തോന്നുള്ളൂ, പുരുഷന്റെ വഴി എത്തിക്കാൻ തോന്നുള്ളൂ, യാമപ്രാർത്ഥന എല്ലാം തോന്നുള്ളൂ, മല കയറാൻ തോന്നുള്ളൂ, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ തോന്നുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുന്നതിനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയും, ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും പരിശുദ്ധാത്മാഭിഷേകവും മരിച്ചാൽ സ്വർഗവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ കുർബാനകളിലും പ്രാർത്ഥനകളിലും നമ്മൾ എന്നും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് ആത്മീയ അറിവ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ ഫോൺ കോൾ നിങ്ങൾ ഈ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ കണ്ടുമാണ്. ഒരച്ഛനെയാണോ സൺഡേ സ്കൂൾ സ്ഥാപനയാണോ വിളിച്ചത്, ഒരാൾ ചുമ്മാ ചൂടാവും. നിങ്ങൾ കണ്ടോ ഓഡിയോ? കണ്ടു, കണ്ടു. അയാൾ ആ കൊച്ചിന്റെ സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കാണ്ട് അത് തോറ്റുപോയി. എക്സാം എഴുതണമെന്ന് പറഞ്ഞു സൺഡേ സ്കൂളിൽ നിന്ന്. അതിനാണ് അപ്പം വിളിച്ച് തെറിയാണ്. താൻ ആരാണോ എന്റെ കൊച്ചിനെ സേ എഴുതാനായിട്ട്, താൻ എന്നാണോ കൊടുക്കണേ, താൻ MA ബിരുദം കൊടുക്കുന്നുണ്ടോ, അവർ സൺഡേ സ്കൂൾ പരീക്ഷ എഴുതുന്നില്ല, ഇയാളെല്ലാം ചെയ്യും, മാടയാണ് ഓടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തെറിയാണ്. നമ്മുടെ മക്കളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാൽ, നമ്മുടെ മക്കളെ ഉദാസകൾ സ്വീകരിപ്പിച്ചാൽ, നമ്മുടെ മക്കളെ കുമ്പസാരിപ്പിച്ചാൽ, നമ്മുടെ മക്കളെ ഇടവകയുടെ സംഘടനാ ശുശ്രൂഷകളിൽ വിട്ടാൽ ആർക്കാണ് ഗുണം? നമ്മുടെ മക്കൾക്കാണ് ഗുണം, അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിനോ അല്ല. അതുകൊണ്ട് മക്കൾക്ക് പരിശുദ്ധാത്മാവിന് നൽകുന്ന എല്ലാ അവസരങ്ങളും നിങ്ങൾ നിഷേധിക്കരുത്. അവരെ മോട്ടിവേറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ദൈവം നമ്മുടെ ഇടവകയെയും നമ്മുടെ ഇടവകയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ഇവിടെ ശുശ്രൂഷിക്കുന്ന എല്ലാ സന്യസ്തരെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമ്മെല്ലാവരെയും സ്വർഗത്തിൽ ഈശോ സ്വീകരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ആരാധനയിലേക്ക്